ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,140-ലും സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 84,961-ലുമാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദ റിസൾട്ടുകൾ കമ്പനികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിപണി പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം അമേരിക്കയുടെ ജോബ് ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു സമ്മിശ്ര പ്രതികരണമാണ് വിപണിയിലെ വ്യാപാരത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂവിനെ അടിസ്ഥാനമാക്കി നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യമേ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂവിനെ അടിസ്ഥാനമാക്കി, അതായത് 26,140-നെ അടിസ്ഥാനമാക്കി ഫസ്റ്റ് സപ്പോർട്ട് ലെവല് 26,073-ഉം ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവല് 26,182-മാണ്. സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവല് 26,321-ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സപ്പോർട്ട് ലെവല് 25,996-ഉം തേർഡ് സപ്പോർട്ട് ലെവല് 25,919-മാണ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ഹൈ ലോ വാല്യൂസ് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനാലിസിസ് നടത്തിയ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾക്കെല്ലാം അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ട്രേഡാണ് ഇന്ന് നിഫ്റ്റി നടത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളുടെ അനാലിസിസ് കൃത്യമാണ്. നമ്മൾ കണ്ടെത്തുന്ന സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും യാതൊരു മാറ്റങ്ങളും കൂടാതെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസിനെ നമുക്ക് ഇന്ന് കണ്ടെത്തിയത് നാളത്തെ ട്രേഡിൽ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിപണിയുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇൻഡെക്സിനെ സംബന്ധിച്ച്, ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ടൈറ്റാൻ സ്റ്റോക്ക് ഇന്ന് 3.94% വിലവർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. HCL ടെക് 2.36% വിലവർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിപ്രോ 1.79%, ടെക് മഹീന്ദ്ര 1.76%, ജിയോ ഫിനാൻസ് 1.73%, ഇൻഫോസിസ് 1.72% വിലവർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് സിപ്ലയാണ്. 4.28% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാരുതി തൊട്ടു പിന്നാലെയുണ്ട് 2.81%. അതുപോലെ തന്നെ പവർ ഗ്രിഡ് 1.60% നഷ്ടത്തിലാണ് വ്യാപാരം പൂർത്തീകരിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ട്രേഡിംഗ് നിലവാരങ്ങളും അതുപോലെ തന്നെ ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലുമുള്ള സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു അനാലിസിസ് നടത്തിയപ്പോൾ കണ്ട കാര്യം, റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനാണ് സാധ്യത കൂടുതൽ. അത് ഇന്നത്തെ ട്രേഡോടുകൂടി ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം നിഫ്റ്റിയിൽ ഒരു പെട്ടെന്നുള്ള വേരിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കോ അതുപോലെ തന്നെ താഴേക്കോ പോകുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇക്കാരണത്താൽ ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ പ്ലേ ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കോൾ ഓപ്ഷനുകൾ റൈറ്റ് ചെയ്യുമ്പോഴും പുട്ട് ഓപ്ഷനുകൾ റൈറ്റ് ചെയ്യുമ്പോഴും നന്നായിട്ട് സ്റ്റഡി അതിനുശേഷം മാത്രമേ അത്തരം ട്രേഡിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് ADF ഫുഡ്സ്. അതൊരു മൾട്ടിബാഗർ സ്റ്റോക്കാണ്. ഇത് കേരളത്തിലെയോ സൗത്ത് ഇന്ത്യയിലോ തന്നെയോ കുറച്ച് പോർട്ട്ഫോളിയോ മാനേജേഴ്സിൻ്റെ കൈവശം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ സ്റ്റോക്ക് 6 ടൈംസ്, അത് അത്രയും പ്രതീക്ഷിച്ചില്ലേ പോലും, ഒരു 4 ടൈംസ് വിലവർധനവ് രേഖപ്പെടുത്താവുന്ന തരത്തിലുള്ള പ്ലേ ആണ് അതിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ആ സ്റ്റോക്കിനെ സംബന്ധിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഏതൊരു നിക്ഷേപകനെയും ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ആ സ്റ്റോക്ക് സ്വന്തം പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണം എന്ന നിക്ഷേപകർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ADF ഫുഡ്സിനെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് ക്രോംപ്ടൺ ഗ്രീവ്സ് ലിമിറ്റഡ്. ക്രോംപ്ടൺ ഗ്രീവ്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചും 260 രൂപ നിലവാരത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് ബോട്ടം റേഞ്ചിലാണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അവസരത്തിൽ ആ സ്റ്റോക്കും പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ഏതൊരു നിക്ഷേപകനും സാധിക്കുന്നതാണ്. എന്താണെങ്കിലും
ക്രോംപ്ടൺ ഗ്രീവ്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ADF ഫുഡ്സ് എന്നീ സ്റ്റോക്കുകൾ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കാം. ആ സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടത് വളരെ നന്നായിരിക്കും. അങ്ങനെ ആ സ്റ്റോക്കുകൾക്ക് മേൽ കൂടുതൽ സാധ്യതകളുണ്ടോ എന്ന് ഓരോരുത്തർക്കും കണ്ടെത്തുവാൻ സാധിക്കും. എന്താണെങ്കിലും നാളത്തെ നിഫ്റ്റിയുടെ ട്രേഡിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ആ കാണുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.